നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 63 ദിവസം തുടർച്ചയായി സമരം നടത്തിയ CPO റാങ്ക് ഹോൾഡർമാർ സമരം അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. പ്രതീക്ഷയുടെ നുറുങ്ങുവട്ടവുമായി എത്തിയ ഉദ്യോഗാർത്ഥികളെല്ലാം നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. പുല്ല് തിന്നു, തലമുണ്ടനം ചെയ്തു, മണ്ണ് തിന്നു, ശയനപ്രദക്ഷിണം ചെയ്തു, മുട്ടിലിഴഞ്ഞു, ശവമഞ്ചത്തിൽ കിടന്നു. അങ്ങനെ വിവിധ സമരമുറകൾ അനുഷ്ഠിച്ചിട്ടും സർക്കാർ തിരിഞ്ഞുപോലും നോക്കാതെ പോയ നിരവധി സമരങ്ങളിലൊന്നായി CPO റാങ്ക് ഹോൾഡർമാരുടെ സമരവും മാറിയിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെ റാങ്ക് പട്ടിക അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ കോടതി ഇടപെടൽ വന്നതോടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സിവിൽ പോലീസ് ഒഴിവുകളിലേക്ക് തുടർ നിയമനങ്ങൾ നടത്താൻ ഇനിയും സർക്കാരിന് സാധിക്കുമെന്നാണ് സമരം ചെയ്യുന്നവർ പറയുന്നത്. അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് സമരം ചെയ്ത ഉദ്യോഗാർത്ഥികൾ അടക്കം ഇപ്പോൾ മടങ്ങുന്നത് എന്ന് പറയാം. ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിട്ടില്ല എന്നും കോടതിയുടെ ഇടക്കാലമായിട്ടുള്ള ഒരു ഉത്തരവ് പ്രകാരം തുടർ നിയമനം ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സമരത്തിനോട് സർക്കാരും ഇടതുപക്ഷ സംഘടനകളും മോശം നിലപാട് സ്വീകരിച്ചുവെന്നും ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ ആരോപിക്കുന്നു. സമരങ്ങളിലൂടെ വളർന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആവശ്യം സർക്കാരിന് അനാവശ്യമായി മാറിയെന്നും ഈ സമരക്കാർ പറയുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് നിയമനങ്ങൾ പലപ്പോഴും നടക്കാതിരിക്കുന്നത് എന്നാണ് ആരോപണം. എന്നാൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും മറ്റ് കാര്യങ്ങൾക്കൊന്നും കുറവുണ്ടായിട്ടില്ല എന്നുകൂടി സമരക്കാർ ആരോപിക്കുന്നുണ്ട്. ഇടത് യുവജന സംഘടനകളോടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിഷേധം. UDFിൻ്റെ കാലത്ത് സമരങ്ങൾ നടക്കുമ്പോൾ അതിന് DYFI പിന്തുണ നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ തങ്ങൾ നടത്തിയ സമരത്തിന് DYFIയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള പിന്തുണ ലഭിച്ചിട്ടില്ല. സമരത്തോട് സർക്കാർ കാട്ടിയത് മോശം സമീപനമായിരുന്നു. സമരം നടക്കുന്നതായി പോലും സർക്കാർ ഗവനിച്ചില്ല എന്നുള്ളതായിരുന്നു. അതായിരുന്നു വാസ്തവവും. സാധാരണ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കുക സ്വാഭാവികമാണ്. എന്നാൽ സമരം ചെയ്യുന്നവർ ചർച്ചകൾക്കായി സർക്കാരിനെ സമീപിച്ചിട്ടും തണുപ്പൻ പ്രതികരണമാണ് അവർക്ക് ലഭിച്ചത്. ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലീസിൽ ഒഴിവില്ല എന്നുള്ള വാദമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഒഴിവില്ലാതിരുന്ന വിഭാഗത്തിലേക്ക് പിന്നെ എന്തിനാണ് പരീക്ഷ നടത്തിയത് എന്നും റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയതെന്നുമുള്ള ലളിതമായ ചോദ്യമാണ് സമരം ചെയ്യുന്നവർ ഉന്നയിക്കുന്നത്. 2019 നടത്തിയ പരീക്ഷയിൽ എല്ലാ കടമ്പകളും കടന്ന് റാങ്ക് ലിസ്റ്റിലെത്തിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയാണ് സർക്കാർ കബളിപ്പിച്ചിരിക്കുന്നത്. പോലീസിലെ ആൾക്ഷാമം മൂലം സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ വരെ താളം തെറ്റുന്ന വാർത്തകൾ നിരന്തരം വരുന്ന സമയത്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയമനത്തിന് വേണ്ടി ഇവർ വെയിലും മഴയും കൊണ്ടത്. ഇനി ഇവരുടെ ആശങ്കകൾക്ക് ആര് സമാധാനം നൽകും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. റാങ്ക് പട്ടികയിൽ ആദ്യപത്തിൽ വന്നവർ പോലും സമരത്തിനുണ്ടായിരുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി കോടതി ഇടപെടലിൽ കൂടി നീട്ടിക്കിട്ടിയ ചെറു കച്ചിത്തുരുമ്പിലാണ് ഇവരുടെ പ്രതീക്ഷ അത്രയും. എങ്കിലും ഇത്രയും കാലം ഉണ്ടാകാത്ത അനുകൂല സമീപനം ഇനി എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇവിടെയാണ് പിണറായി സർക്കാർ എന്താണ് ജനങ്ങളോട് കാണിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നത്. പിണറായി ഇവരെ ചവിട്ടി പുറത്താക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതാണ് ശരിയെന്ന് പറയേണ്ടി വരും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 63 ദിവസം തുടർച്ചയായി ഇവർ സമരം ചെയ്തിട്ടും ഇവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിന് തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. തൊഴിലാളി പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഈ പാർട്ടിയുടെ മുഖം ബൂർഷ്വാസിയുടെയും ഫ്യൂഡലിസ്റ്റിൻ്റെയുമാണെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം സമരക്കാർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ അവസാനം അവർക്ക് കളം വിട്ടൊഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമരത്തിൻ്റെ ഒരു സന്ധി സംഭാഷണത്തിന് പോലും ശ്രമിക്കാത്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. പിണറായി വിജയൻ സർക്കാരിൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ അവസാനം കാൽമുട്ട് മടങ്ങേണ്ടി വരുന്ന ഗതികളിലേക്ക് എത്തുന്നു ഈ CPOക്കാർ. ആകെ കിട്ടിയിരിക്കുന്നത് കോടതിയിൽ നിന്ന് ലഭിച്ച ചെറിയൊരു ഉത്തരവ് മാത്രം. പക്ഷേ അതിനെത്ര നാൾ ആയുസ്സുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അപ്പോഴും ചിരിക്കുന്നുണ്ട് പിണറായി വിജയൻ. കാരണം ഈ സമരം ചെയ്തവർക്ക് ഇനി ഒരിക്കലും ഈ പോലീസ് CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനം തന്നെ ലഭിക്കില്ല എന്നുള്ള കാര്യം പിണറായിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ചിരിക്കുകയായിരിക്കും. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 63 ദിവസം തുടർച്ചയായി സമരം ചെയ്തവർക്ക് കണ്ണീരോടുകൂടി മടങ്ങുമ്പോഴും ഒരു ചെറിയ പ്രതീക്ഷ ബാക്കിയാകുന്നത് നിയമത്തിൽ മാത്രമാണ്, നിയമനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ പിണറായി വിജയനെപ്പോലൊരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലത്തോളം ഇവർക്കൊരിക്കലും നിയമനം ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത.